നമസ്കാരം. ലൈംഗിക പീഡന പരാതിയിൽ പാലക്കാട് എം.എൽ.എ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പോലീസ് കേസെടുത്തു. തിരുവനന്തപുരം വലിയമല പോലീസാണ് കേസെടുത്തിരിക്കുന്നത്. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചതിനും ഗർഭഛിദ്രത്തിന് നിർബന്ധിച്ചതിനുമാണ് കേസ്. രാഹുലിനെതിരെ പരാതി നൽകിയ യുവതിയുടെ മൊഴിയെടുപ്പ് പോലീസ് പൂർത്തിയാക്കിയിരുന്നു. തിരുവനന്തപുരം റൂറൽ എസ് പിക്കാണ് കേസിന്റെ അന്വേഷണ ചുമതല. കേസിൽ പരാതിക്കാരിയായ അതിജീവിതയുടെ മൊഴി ഇന്നലെ രാത്രിയാണ് രേഖപ്പെടുത്തിയത്. ഇന്നലെ വൈകിട്ടോടെയാണ് അതിജീവിത മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നേരിട്ടെത്തി പരാതികളും തെളിവുകളും കൈമാറിയത്. യുവതിയുടെ പരാതി ലഭിച്ച മുഖ്യമന്ത്രി ഉടൻ ക്രൈംബ്രാഞ്ച് മേധാവി എച്ച് വെങ്കടേഷിനെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി കേസെടുക്കുന്ന കാര്യം ചർച്ച ചെയ്തു. സ്ത്രീകളെ പിന്തുടർന്ന് ശല്യം ചെയ്ത കേസിൽ നേരത്തെ ക്രൈംബ്രാഞ്ച് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സ്വമേധയാ കേസെടുത്തിരുന്നു. എന്നാൽ യുവതി നേരിട്ട് ലൈംഗിക പീഡന പരാതി നൽകിയ സാഹചര്യത്തിൽ ഈ കേസ് പ്രത്യേക കേസായി രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കാനാണ് പോലീസിന്റെ തീരുമാനം. ഫോൺ സംഭാഷണങ്ങളും ചാറ്റുകളും അടക്കമുള്ള പരാതിയിൽ പോലീസ് ഏതൊക്കെ വകുപ്പുകളായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ചുമത്തുകയെന്നത് ഉറ്റുനോക്കുകയാണ്. ചുമത്തുന്ന വകുപ്പുകൾ എന്താണെന്നും അറിയാൻ രാഹുലും കാത്തിരിക്കുന്നു. അതേസമയം യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ മുൻകൂർ ജാമ്യം നേടാനും ശ്രമിക്കുന്നുണ്ട്. കുറ്റം ചെയ്തില്ലെന്നുള്ള ബോധ്യമുള്ളിടത്തോളം കാലം നിയമപരമായി തന്നെ പോരാടുമെന്നും നീതിന്യായ കോടതിയിലും ജനങ്ങളുടെ കോടതിയിലും എല്ലാം ബോധ്യപ്പെടുത്തുമെന്നും ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഫേസ്ബുക്കിലൂടെ വ്യക്തമാക്കിയിരുന്നു. ഇതിനോട് അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി പേരാണ് രംഗത്ത് വന്നത്. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെയാണെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. പാലക്കാട്ടെ എം.എൽ.എ. ഓഫീസ് അടഞ്ഞുകിടക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെയും പേഴ്സണൽ സ്റ്റാഫിൻ്റെയും ഫോൺ സ്വിച്ച് ഓഫ് ആണ്. ജോർജ് പൂന്തോട്ടമാണ് രാഹുലിൻ്റെ അഭിഭാഷകൻ. എഫ്ഐആർ ഇട്ടാൽ മുൻകൂർ ജാമ്യം നേടുമെന്നും ഈ പരാതിയെക്കുറിച്ച് വ്യക്തതയില്ലെന്നും ജോർജ് പൂന്തോട്ടം നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. കൂടാതെ പരാതി നൽകാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് പോലീസ് സ്റ്റേഷനാണോ എന്നും ജോർജ് ചോദിച്ചു. ഇത് മസാലയ്ക്ക് വേണ്ടിയുള്ള നാടകമാണെന്നും രാഹുൽ തന്നോട് പറഞ്ഞെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എഫ്ഐആർ ഇട്ടാൽ മുൻകൂർ ജാമ്യം തേടും. പരാതിയെക്കുറിച്ച് വ്യക്തതയില്ല. പരാതിയുടെ സ്വഭാവം എന്താണ്? പരാതി നൽകാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് പോലീസ് സ്റ്റേഷനാണോ? ഈ പരാതിയിൽ അസ്വാഭാവികതയുണ്ട്. ബിറ്റായി സംഭാഷണങ്ങൾ കാണിക്കുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ള മറയ്ക്കാനുള്ള നാടകമാണിത്. മസാലയ്ക്ക് വേണ്ടിയുള്ള നാടകമെന്ന് രാഹുൽ പറഞ്ഞു. പുറത്തു വന്ന തെളിവുകളെക്കുറിച്ച് രാഹുൽ എന്നോട് പറഞ്ഞിട്ടില്ല. ഞാനൊന്നും ചോദിച്ചതുമില്ല. ഇതെല്ലാം ഗൂഢാലോചനയെന്ന് സംശയമുണ്ട്. പരാതി ഇപ്പോൾ വന്നതിന് പിന്നിൽ രാഷ്ട്രീയ താല്പര്യമായിരിക്കാമെന്നും ജോർജ് പൂന്തോട്ടം പ്രതികരിച്ചിരുന്നു. നേരത്തെ ഗർഭഛിദ്രം നടത്തിയതുമായി ബന്ധപ്പെട്ട് ശബ്ദരേഖകളും സന്ദേശങ്ങളും ആരോപണങ്ങളും പുറത്തു വന്നപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിരോധിച്ചത് ഏതെങ്കിലും രീതിയിൽ പരാതി എനിക്കെതിരെ ഉണ്ടെങ്കിൽ പറയൂ, അതല്ലാതെ എന്നോട് വന്ന് ചോദ്യങ്ങൾ ചോദിക്കരുത് എന്നായിരുന്നു. ഹൂ കെയേഴ്സ് എന്നായിരുന്നു രാഹുലിന്റെ ആദ്യ പ്രതികരണം. കഴിഞ്ഞ ദിവസം UDF സ്ഥാനാർത്ഥികൾക്കായി പ്രചാരണം നടത്തുന്നതിനിടെ പുറത്തുവന്ന ശബ്ദരേഖകളെക്കുറിച്ചുള്ള മാധ്യമങ്ങളുടെ ചോദ്യത്തിന് സ്ഥാനാർത്ഥികൾക്കും പാലക്കാട്ടുകാർക്കും ഇല്ലാത്ത പ്രശ്നം മാധ്യമങ്ങൾക്ക് വേണ്ട എന്നായിരുന്നു ധാർഷ്ട്യത്തോടെയുള്ള രാഹുലിന്റെ മറുപടി. ലൈംഗികാരോപണ കേസിൽ രാഹുലിനെ വെട്ടിലാക്കിയാണ് ദിവസങ്ങൾക്ക് മുമ്പ് ഓഡിയോ ക്ലിപ്പും വാട്സപ്പ് ചാറ്റും ഉൾപ്പെടെയുള്ളവ പുറത്തു വന്നത്. ഇതിൽ രാഹുൽ യുവതിയെ ഗർഭധാരണത്തിനും പിന്നീട് ഗർഭഛിദ്രത്തിനും നിർബന്ധിക്കുന്നതാണ് ഓഡിയോയിലും ചാറ്റിലും ഉള്ളത്. നീ പ്രഗ്നന്റ് ആകാൻ റെഡിയാകൂ എന്നായിരുന്നു ചാറ്റിൽ രാഹുൽ പറഞ്ഞത്. ഗർഭനിരോധന ഗുളികൾ ഉപയോഗിക്കാമെന്ന് യുവതി മറുപടി നൽകുമ്പോൾ നോ എന്നായിരുന്നു രാഹുലിന്റെ പ്രതികരണം. അതെന്താണ് എന്ന് യുവതി ചോദിക്കുമ്പോൾ എനിക്ക് നിന്നെ ഗർഭിണിയാക്കണം, നമ്മുടെ കുഞ്ഞു വേണം എന്നായിരുന്നു രാഹുലിന്റെ മറുപടി.